വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. അതേ പിതാവേ, ഇതായിരുന്നു അങ്ങയുടെ തിരുവിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ക്രിസ്തുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം. പ്രാർത്ഥനകൾ കേൾക്കപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞിന്റെ നൈർമല്യത്തോടുകൂടെ അഹങ്കാരം മാറ്റി വെച്ചുകൊണ്ട് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങണം. ക്രിസ്തുനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതും അത് തന്നെയാണ്. ലോകത്തിന്റെ ഒന്നിലും നിങ്ങൾ ആകർഷിക്കപ്പെടരുത്. പിതാവിന്റെ വാക്കുകൾ അത് കേട്ട് അതനുസരിച്ച് ജീവിക്കണം. പുത്രൻ വെളിപ്പെടുത്തുന്നതെല്ലാം പിതാവിന്റെ ഇഷ്ടമാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാൻ എൻ്റെ മനസ്സിനെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ദൗത്യം അത് തന്നെയാണ്. ഒന്നും സ്വന്തമാക്കാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സുവിശേഷം പ്രഘോഷിച്ച് മുന്നോട്ട് പോവുക. വഴിയിൽ എന്ത് തടസ്സമുണ്ടായാലും നിന്റെ ദൈവം നിനക്ക് കാവലായിരിക്കും, കരുത്തായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വചനത്തിൽ ആഴപ്പെട്ടു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക പിതാവാണ് പുത്രനെ വെളിപ്പെടുത്തുക. അതുപോലെ തന്നെ പുത്രനും പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിതാവിന്റെ മനസ്സറിയണമെങ്കിൽ പുത്രനോടൊപ്പം ചേർന്നിരിക്കണം. അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും ഐക്യമാണ് നമ്മളെ സ്വർഗത്തിലേക്ക് അനയിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപാവനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ആമേൻ.